ഓൾറൈറ്റ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജസ്റ്റ് ഒരു ട്രേഡിംഗ് വ്യൂ സെറ്റപ്പ് എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. ആൻഡ് ഐ ഹാവ് ബീൻ നോട്ടീസിങ് സം ഓഫ് യു ഗൈസ് ആർ നോട്ട് ട്രേഡിംഗ് വ്യൂ സെറ്റ് ചെയ്തിട്ടുള്ളത് പ്രോപ്പർ അല്ല. അതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആക്ച്വലി ടെക്നിക്കലല്ല. അപ്പം ഇത് എല്ലാവരും സിസ്റ്റം ഇതേപോലെ സെറ്റ് ചെയ്യാം എന്ന് അതിൻ്റെ പ്ലാറ്റ്ഫോം ഇതേപോലെ സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടാണ് ഉള്ളത് പ്ലാറ്റ്ഫോമിൽ. ട്രേഡിംഗ് വ്യൂവിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഡൗൺലോഡ് ചെയ്തിട്ട് തന്നെ യൂസ് ചെയ്യുക. നിങ്ങളെ മൈക്രോസോഫ്റ്റിൻ്റെ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. പൈസ കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. ഒരു രൂപ പോലും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു അതിന് ഒരു രൂപ പോലും കൊടുക്കണ്ട. അപ്പം ഞാൻ ചെയ്യുന്ന എൻ്റെ ഇതിൽ ആക്ച്വലി പെയ്ഡാണ് ഈ വേർഷന്. പക്ഷേ നിങ്ങളിതിപ്പം ചെയ്യേ വേണ്ട. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം തന്നെ എന്താണ് ആക്ച്വലി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ ട്രേഡിംഗ് വ്യൂവിൻ്റെ ഒരു ചാർട്ട് ലേഔട്ട് എന്ന് പറയുന്നത്. ഇതൊരു ലേഔട്ടാണ്. ഈ ലേഔട്ടിൽ നമുക്ക് ഒരു ചാർട്ട് കാണാൻ പറ്റും, ഒരു വാച്ച് ലിസ്റ്റ് കാണാൻ വേണ്ടി പറ്റും. അപ്പം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേരിൽ ഞാൻ സേവ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ലേഔട്ട് സെറ്റപ്പ് ഉണ്ട്, ഇപ്പോൾ ലേഔട്ട്സ് കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇത് നിങ്ങൾക്ക് അവൈലബിൾ ആയി കിട്ടത്തില്ല. ഇത് പ്രീമിയം ഫീച്ചേഴ്സ് വേണം, പ്രീമിയം പൈസ കൊടുക്കണം. ഇതിൻ്റെ യൂസേജ് ഒന്നും നമുക്ക് അധികം ആവശ്യം വരുന്നത്, നമുക്ക് ഒറ്റ ചാർട്ടിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. ഇതിൻ്റെ ആവശ്യമില്ല. നമുക്ക് മേജറായിട്ട് ഇനി ഇവിടേക്ക് നോക്കുക, സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയിട്ട് ഫസ്റ്റ് തന്നെ ബോഡി എന്ന് കണ്ടോ, ഈ ബോഡീൻ്റെ അവിടെ ഇതേ കളർ സെറ്റ് ചെയ്യുക. ഈ കളറിനൊരു ഹാഷ് കോഡ് ഉണ്ട്. ഇവിടെ വരിക, ഇത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഈ ക്ലിക്ക് ചെയ്തിട്ടുള്ള ഈ ഗ്രീനാണ്. ഗ്രീൻ്റെ കളർ ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങളെ ചാർട്ടിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്ലസ് ഐക്കൺ അമർത്താം. ഈ പ്ലസ് ഐക്കൺ അമർത്തിട്ട് ഈ കളർ കോഡ് ഇവിടെ അടിച്ചു കൊടുക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ കളർ കോഡ് ഉള്ളത്. അപ്പം ഇത് ഇവിടെ വീണ്ടും അടിച്ചു കൊടുക്കുക, 4CAF50. ഇത് ഇതേപോലെ തന്നെ അടിക്കണം. ഇവിടെ ക്യാപിറ്റൽ അല്ല ഉള്ളത്, ഇവിടെ സ്മോൾ ആണുള്ളത്. അപ്പോൾ സ്മോൾ തന്നെ അടിക്കാം. ഓക്കെ, എന്നിട്ട് ആഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആഡ് ആവും. ഓക്കെ, 100% ഒപ്പാസിറ്റി കൊടുക്കുക. ഇപ്പുറത്തുള്ളത് ബ്ലാക്ക് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്, ബ്ലാക്ക്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഞാൻ റെഡ് അധികം ചൂസ് ചെയ്യാത്തത്, റെഡ് കുറച്ചും കൂടി ഇൻറ്റിമിഡേറ്റിംഗ് കളേഴ്സാണ്. അപ്പം അതുകൊണ്ടാണ് റെഡ് അധികം ചൂസ് ചെയ്യാത്തത്. ഓൾറൈറ്റ്, ഞാൻ ഇവിടെ ബ്ലാക്ക് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ കാണുന്ന കളർ ഉണ്ടല്ലോ, ഇവിടുന്ന് ഈ ഫസ്റ്റ് റോയിൽ ലാസ്റ്റ് ഉള്ള കളർ ക്ലിക്ക് ചെയ്താൽ ബ്ലാക്ക് ആണ്. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്താൽ മതി. ബോർഡേഴ്സ് ബ്ലാക്ക് ആണ്, ഫസ്റ്റ് റോയിൽ ലാസ്റ്റ് ഉള്ളത്. ക്ലിക്ക് ചെയ്യുക, ബ്ലാക്ക് സെലക്ട് ആയി. ഫസ്റ്റ് റോയിൽ ലാസ്റ്റ് ബ്ലാക്ക് സെലക്ട് ആയി. വിക്ക് അതേപോലെ ഫസ്റ്റ് റോയിൽ ലാസ്റ്റ്. ഓക്കെ, വിക്ക് ഫസ്റ്റ് റോയിൽ ലാസ്റ്റ്. ഡൺ. ടൈം സോൺ ഇവിടെ അടിയിൽ കാണോ, ടൈം സോൺ. ഇവിടെ ഞാനിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ള എല്ലാം നമ്മൾ ദുബൈയിലാണ് ഉള്ളത്, അതുകൊണ്ട് ദുബായ് ടൈം സെറ്റ് ചെയ്യാം. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഞാൻ ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു. ഇനി സ്റ്റാറ്റസ് ലൈൻ. ഇവിടെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല, വോളിയം ഒന്നും വേണ്ട, ഒന്നിൻ്റെ ആവശ്യമില്ല ഇവിടെ. ഓക്കെ, ഇവിടെ ആകെ ഇനി ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഉണ്ട്. ഓക്കെ, അതൊന്നും ആഡ് ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ. ഞാൻ സ്കെയിൽസ് ആൻഡ് ലൈൻസിൽ പോയി കഴിഞ്ഞാൽ ഇവിടെയും നമ്മളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അടുത്ത് വരാം ക്യാൻവാസിൽ സോളിഡ് ഗ്രേഡിയൻ്റ് എന്നുണ്ടാവും. സോളിഡ് ആക്കിയിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ ഞാനിത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് എനിക്ക് കുറച്ചും കൂടി കണ്ണിനൊക്കെ നല്ലൊരു സ്മൂത്ത്നെസ് കിട്ടുന്നത്. ഞാൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വൈറ്റ് തന്നെ സെലക്ട് ചെയ്യുക. ഓക്കെ, നിങ്ങളൊരു ബിഗിനറൊക്കെ ആണെന്നുണ്ടെങ്കിൽ വൈറ്റ് തന്നെ സെലക്ട് ചെയ്യാം. ഗ്രിഡ് ലൈൻസ് ഉണ്ട്, അത് ഞാൻ ഇവിടെ നിങ്ങളത് വേർഡ്സ് ആൻഡ് ഹോട്ട്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. നൺ ആക്കിയിട്ട് തന്നെ കീപ്പ് ചെയ്യുക. ഓക്കെ, സോളിഡ്, നണ്ണ്, പിന്നെ ക്രോസ് ഹെയർ ഉണ്ട്. ഓക്കെ, അതിന് ഞാനൊരു കളർ കൊടുത്തിട്ടുണ്ട്. ക്രോസ് ഹെയർ എന്ന് പറഞ്ഞാൽ ഈ വരുന്ന സാധനമാണ് ക്രോസ് ഹെയർ എന്ന് പറയുന്നത്. ഇനി ഞാൻ ഈ ഒരു കളറാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, തിക്നെസ് എല്ലാം ഒരു
ലോ തിക്നെസ്സിലാണ് എല്ലാം വെച്ചിട്ടുള്ളത്. ലൈൻ സ്റ്റൈൽ ഈ ഒരു ലൈനാണ് വെച്ചിട്ടുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, വേറെ ഒന്നും ഇവിടെ ചെയ്യാനില്ല. ട്രേഡിങ് ഇവിടെ നിങ്ങളെ പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് ബൈ സെൽ ബട്ടൺ എന്ന് പറഞ്ഞിട്ട് ഇവിടേക്ക് ചിലപ്പോൾ ഒരു സാധനം വരും. ഈ കോർണറിൽ കാണാൻ വേണ്ടി പറ്റും, ലെഫ്റ്റ് കോർണറിൽ. അപ്പോൾ ലെഫ്റ്റ് കോർണറിലുള്ള ഇത് എനിക്ക് വലിയൊരു ഇതില്ല. ഓക്കെ, അപ്പോൾ ഞാനിത് ആക്ച്വലി ഇവിടുന്ന് എടുത്ത് ഒഴിവാക്കുന്നു. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇത് വരും. ഓക്കെ, ഇതിൻ്റെ ആവശ്യമില്ല. നൗ അലേർട്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും അലേർട്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. നമുക്ക് ബേസിക്കലി അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം സേവ് ആയി. ഓക്കെ, ഇവിടെ ഓട്ടോമാറ്റിക്കലി സേവ് ആവുന്ന ഓപ്ഷൻസ് ഉണ്ട്. ഇതൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം സേവ് ആവും. ഓക്കെ, ഈ സെറ്റിങ്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ സിമ്പിൾസ് ചാർട്ടിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കിയിട്ട് ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാച്ച് ലിസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. ഇതാണ് വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞത്. ഈ സാധനം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോകും. ഇത് വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരും. ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് സിമ്പിൾസ് കാണാൻ വേണ്ടി പറ്റും, ഒരുപാട് കറൻസീസ്, ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം കാണാൻ വേണ്ടി പറ്റും, ഗോൾഡ് എല്ലാം കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിപ്പം ഗോൾഡ് അടിക്കുക, XAUUSD. ഓക്കെ, അപ്പം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് XAUUSD ഗോൾഡ് വാണ്ട എന്ന് കണ്ടോ, വാണ്ട, ഫോറെക്സ്കോം, FXCM, പെപ്പർസ്റ്റോൺ, FX ഓപ്പൺ, IC മാർക്കറ്റ്, വാൻറ്റേജ്, ഇതെല്ലാം ഓരോ ബ്രോക്കേഴ്സിൻ്റെ ചാർട്ടുകളാണ് പറയുന്നത്. ഓരോ ഡാറ്റ ഇതിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരെ ഇതാണ് തരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ആക്ച്വലി റിയൽ ഡാറ്റാസ് വരുന്നത് ഒന്ന് ഐസ് എന്നാണ്, ഇന്റർ കോണ്ടിനെൻ്റൽ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ ബ്രോക്കേഴ്സാണ്, ഇവരെല്ലാം ഇവരുടെ നിന്ന് എടുക്കുന്നത്, എന്നിട്ട് നമുക്ക് തരുന്നതാണ്. സോ ഐ ഡു റെക്കമെൻഡ് ഓവാണ്ടയുടെ നല്ല ചാർട്ടാണ്, ഓവാണ്ടയുടെ നല്ല ചാർട്ടാണ് യൂസ് ചെയ്യാറുണ്ട്, ഐസിൻ്റെ നല്ല ചാർട്ടാണ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും ആണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചാർട്ടിലേക്ക് ആഡ് ആവും. ഓക്കെ, സോ അത്രേ ഉള്ളൂ ഇവിടെ. പിന്നെ ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ മാറ്റാനും ഇതാക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും മാറ്റണം. നിങ്ങളത് ചിലപ്പോൾ ഇപ്പോൾ ഓരോരോ കാറ്റഗറൈസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇവിടെ നോക്കിയ കഴിഞ്ഞാൽ കാണാം, ഇവിടെ യൂറോ AUD ആണ് ഇപ്പം കറൻ്റ്ലി റണ്ണിങ് ഉള്ളത്. ഇതിൻ്റെ പ്രൈസ് ഇവിടെ കാണുന്നുണ്ട്. ഗോൾഡ് ആണെന്നുണ്ടെങ്കിൽ ഗോൾഡിൻ്റെ പ്രൈസ് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഒരു ഔൺസ് 4631 ഒരു ഗോൾഡ് ഓടുന്നത് ഇപ്പോൾ. ഓക്കെ, ഒരു ഔൺസ് 4631 ഗോൾഡ് ഓടുന്നത്. നൗ ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആണ് +44 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും ഡോളറിൻ്റെ ഒരു മൂവ്മെൻ്റ് ആണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ 0.97% ഒരു ഗെയിനാണ് ഗോൾഡ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. ലാസ്റ്റ് ഇവിടെ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. 4 hours ago ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ പെർഫോമൻസ് ഉണ്ട്. ഓക്കെ, 3 weeks മുന്നേ, ഒരു 1 week മുന്നേ 3.02% ഗെയിൻ ആയിട്ടുണ്ട്. 1 month ഓക്കെ 7.73, 1 year നോക്കുകയാണെങ്കിൽ 74.16. ഇങ്ങനെയൊക്കെ ഗോൾഡ് ഗെയിൻ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ടെക്നിക്കൽ ആസ്പെക്റ്റിൽ ഗോൾഡ് സ്ട്രോങ് ബൈ എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതൊന്നും കണ്ടിട്ട് നമ്മൾ ഡയറക്റ്റ് ബൈ എടുക്കാനും നിൽക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വാച്ച് ലിസ്റ്റിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ അഡ്വാൻസ് വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമുണ്ട്. ഇതിലിങ്ങനെ ഏർണിങ്സ് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക്. പിന്നെ ഈ ഒരു ബട്ടൺ സെറ്റിങ്സിലേക്ക് പോകും. വോളിയം, എക്സ്റ്റൻഡഡ് ഹവേഴ്സ്, ഓക്കെ, ലോഗോ, ടിക്കർ, ഡിസ്ക്രിപ്ഷൻ, കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ഒക്കെ ചെയ്തിട്ട് വെക്കാം. സോ ദാറ്റ്സ് ഓൾ. വേറെ ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഈ ഒരു വാച്ച് ലിസ്റ്റിൻ്റെ കാര്യം മനസ്സിലായി. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഒക്കെ ചെയ്യാട്ടോ. സോ ഇത്രയും കാര്യങ്ങളുള്ളൂ ഇതിൻ്റെ അകത്ത്. ബാക്കിയുള്ളത് ഇനി നമുക്ക് ഈ ഒരു സെക്ഷൻ നോക്കാം. ഇതാണ് ടൈം ഫ്രെയിംസിൻ്റെ സെക്ഷൻ. ഇവിടെ 2 ആയിരിക്കും ഉണ്ടാകുന്നത് ആദ്യം. അപ്പം ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് താഴത്തേക്ക് വരുന്നതിൽ നിങ്ങളിവിടെ ഓരോന്ന് ഫേവറേറ്റ് ചെയ്യണം. ഞാൻ ഇവിടെ 1 minute ഫേവറേറ്റ് ചെയ്തിരിക്കണ്, 3 minutes ഫേവറേറ്റ് ചെയ്തിരിക്കണ്, 5 minutes ഫേവറേറ്റ് ചെയ്തിരിക്കണ്, 15 minute, 30 minute, 1 hour, 2 hour, 4 hour, 1 day, 1 week, 1 month. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള സാധനം അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫേവറേറ്റ് ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ 5 minute, മാക്സിമം 5 minute നോക്കുക. താഴത്തെ ടൈം ഫ്രെയിമിൽ
5 മിനിറ്റ്, 15 മിനിറ്റ്, 1 അവർ, ഓക്കെ, 4 അവേഴ്സ് ഡെയിലി, ഇങ്ങനെയുള്ളതൊക്കെ ഫേവറേറ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഇതൊക്കെ ഫേവറേറ്റ് ചെയ്ത് വെച്ചാൽ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ കാൻഡിൽസ് മാത്രം ഫേവറേറ്റ് ചെയ്ത് വെക്കാം. കാൻഡിൽസ് മാത്രം. ഹൈക്കനാഷി വേണം നമുക്ക്. ഹൈക്കനാഷി ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഹൈക്കനാഷി യൂസ് ചെയ്യാം. ഹൈക്കനാഷിയും ഫേവറേറ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. കുറച്ച് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങളും ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല, ചാറ്റിൽ വരയ്ക്കാൻ മാത്രമാണ് ചെയ്യുന്നത്. അപ്പം ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ആവശ്യമൊന്നും ഇപ്പോൾ ഇല്ല. ഓക്കെ, അടുത്തത് നമുക്ക് ഈ സെക്ഷനാണുള്ളത്. ഈ സെക്ഷനിൽ നമ്മളെ ഡ്രോയിങ് ടൂൾസ് നമുക്ക് ആക്കാൻ വേണ്ടി പറ്റും. ഡ്രോയിങ് ടൂൾസ് ഏതൊക്കെ എവിടെയൊക്കെയാണ് ഉള്ളത് എന്നുള്ളതൊക്കെ. ഫസ്റ്റത്തെ കർസർ എന്ന് പറഞ്ഞിട്ട്, ക്രോസ് എന്ന് പറഞ്ഞിട്ടുള്ളത്, ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കണ്ടോ, ഈ ഒരു മൗസ് പോയിന്റ് ഇങ്ങനെയാണ് കാണുന്നത്. ഞാൻ ഇത് മാറ്റാണ്, ഡോട്ട് ആക്കുകയാണെങ്കിൽ ഇങ്ങനെ കാണിക്കും. ഓക്കെ, പിന്നെ ആരോ, ഇത് ആരോ ആയിട്ട് മാറി. എൻ്റെ കർസർ ആരോ ആയിട്ട് മാറി മൗസിൻ്റെ. ഡെമോൺസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കാണിക്കും. ഓക്കെ, ഒരു ടെമ്പററി ഡ്രോയിങ് ആയിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ആവശ്യം, നമുക്ക് ക്രോസ് മാത്രം യൂസ് ചെയ്താൽ മതി. ഞാൻ ഇവിടെ നോക്കുകയാണെങ്കിൽ ട്രെൻഡ് ലൈൻ ഉണ്ട്. ഓക്കെ, ട്രെൻഡ് ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഫേവറേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, പിന്നെ നമുക്കറിയാം പാരലൽ ചാനൽസ്, ഇത് ഫേവറേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഞാൻ ഇതിൽ വേറെ കുറച്ച് ഫേവറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതിൽ ഫേവറേറ്റ് ചെയ്യുന്നുണ്ട്. ട്രെൻഡ് ലൈൻ ഫേവറേറ്റ് ചെയ്യുക, വെർട്ടിക്കൽ ലൈൻ ഫേവറേറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ പാരലൽ ചാനൽസ് ഫേവറേറ്റ് ചെയ്യുക. അടുത്തത് നോക്കാം, ഫിബനാച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ഓക്കെ സെക്ഷനാണ്. ഇതിൻ്റെ അകത്ത് ഫിബ് റിട്രേസ്മെൻറ്റ്, ട്രെൻഡ് ബേസ്ഡ് എക്സ്റ്റൻഷൻ, ഇതെല്ലാം ഫേവറേറ്റ് ചെയ്ത് വെക്കാം. ഇനി ഇതിൽ വലിയ പാറ്റേൺസും എലിയോട്ട് വേവ്സും സൈക്കിൾസാണ്. ഇതൊന്നും നമുക്ക് ഇപ്പോൾ വേണ്ട. ഇനി പ്രൊജക്ഷൻ നോക്കാം. ലോങ് പൊസിഷന്, ഷോർട്ട് പൊസിഷൻ, ഇത് രണ്ടും ഫേവറേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, പിന്നെ ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈലിനുണ്ട്, ഇതിൻ്റെ ആവശ്യമില്ല. പ്രൈസ് റേഞ്ച് ഇത് ഫേവറേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ബ്രഷ് ഇത് ഫേവറേറ്റ് ചെയ്ത് വെക്കുക. റെക്റ്റാങ്കിൾ ഫേവറേറ്റ് ചെയ്ത് വെക്കുക. പാത്ത് ടൂള് ഫേവറേറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, സോ ഇത്രയും ആയിക്കഴിഞ്ഞാൽ അടുത്തതിലേക്ക് മൂവ് ചെയ്യുക. ടെക്സ്റ്റ് ആൻഡ് നോട്ട്സ്. ടെക്സ്റ്റ് ഇതിൽ ഫേവറേറ്റ് ചെയ്ത് വെക്കാം. ഇതിൽ വേറെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, പിന്നെ ഇവിടെയുള്ള കുറച്ച് ഇമോജീസിൻ്റെ ഒക്കെയാണ്, ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. മെഷേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളതൊന്നുണ്ട്, സൂം ചെയ്യുന്നുണ്ട്, സൂം ഇൻ സൂം ഔട്ട് എന്ന് പറഞ്ഞിട്ട്. പിന്നെ മാഗ്നറ്റിക് ഉണ്ട്. ഇതിൻ്റെ ഒരു ഉപയോഗം എന്താ വെച്ചാൽ ഇത് ഓണാക്കി വെച്ചിട്ട് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഡ്രോയിങ് ടൂൾ എടുക്കുക. ഇത് ട്രെൻഡ് ലൈനാണ്. ഞാൻ ഈ ട്രെൻഡ് ലൈൻ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ഇങ്ങനെ അടുത്തൊരു മാഗ്നറ്റിക് പോയിന്റിലേക്ക് കണക്റ്റ് ആവും. ഒരു തിങ് പോയിന്റോ അല്ലെങ്കിൽ ഈ ഒരു വിക്കിൻ്റെ പോയിന്റോ ഈ ഒരു ബോഡിയോ അങ്ങനെ കറക്റ്റ് അത് കണക്റ്റ് ആവും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഇത് ഓണാക്കിയിട്ട് നമ്മൾ ഡ്രോ ചെയ്യുന്നത്. പിന്നെ ഈ പെൻസിൽ കീപ് ഡ്രോയിങ് ആയിരിക്കും. ഇതിപ്പോൾ നമ്മൾ എന്തെങ്കിലും ചൂസ് ചെയ്തിട്ട് ഡ്രോ ചെയ്തു, വീണ്ടും ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി നമുക്ക് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിനാണ് ഈ ടൂൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ലോക്ക് ഓൾ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം ലോക്ക് ചെയ്ത് എനിക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഞാൻ ഇങ്ങനെ ഡ്രോ ചെയ്തിട്ടുള്ളത് എനിക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഓക്കെ, പിന്നെ ഇവിടെ ലോക്ക് ഓൾ ഡ്രോയിങ്സ്, ലോക്ക് ഇവിടുന്ന് ഓഫായി. ഓക്കെ, ഇവിടെ പോയിട്ട് ഹൈഡ് ഡ്രോയിങ്സ് ഉണ്ട്. അപ്പോൾ എല്ലാ ഡ്രോയിങ്സും ഹൈഡ് ആവും. ഓക്കെ, ഹൈഡ് ഇൻഡിക്കേറ്റേഴ്സ് ഹൈഡ് ആവും. ഹൈഡ് പൊസിഷൻസ് ആൻഡ് ഓർഡേഴ്സ്, അപ്പോൾ അത് ഹൈഡ് ആയിരിക്കും. ഹൈഡ് ഓൾ ഉണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ന്യൂ ഡ്രോയിങ് വിൽ സിങ്ക് ഇൻ ലേഔട്ട്, ന്യൂ ഡ്രോയിങ് വിൽ സിങ്ക് ഗ്ലോബലി. ഇത് രണ്ടും ഒരു പ്രീമിയം ഫീച്ചേഴ്സ് എടുക്കുന്ന ആൾക്കാർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റിമൂവ് 7 ഡ്രോയിങ്സ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു ഡ്രോയിങ്സ് ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം എനിക്ക് ഇവിടെ റിമൂവ് ചെയ്യാം. ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ റിമൂവ് 7 ഡ്രോയിങ്സ്, അത് എനിക്ക് റിമൂവ് ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ ഈ ഡസ്റ്റ്ബിൻ പോലുള്ള ഇതിൽ വന്നു കഴിഞ്ഞാൽ റിമൂവ് ആക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഈ ഒരു സ്റ്റാർ കണ്ടോ, ഇവിടെ ഏറ്റവും താഴെ ഒരു സ്റ്റാർ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ ഒരു സാധനം ഓക്കെ ക്ലിക്ക് ചെയ്തു ഓക്കെ പോയി. ഇത് ഇത്രേ ഉള്ളൂ. ഈ സെക്ഷനും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ട്രേഡിങ്ങിൻ്റെ ചാറ്റിലുള്ളത്. പിന്നെ ഉള്ളത് ഈ ഒരു സെക്ഷനാണ് റിപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ളത്. റിപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു പ്രീമിയം ഫീച്ചറാണ്. നമ്മളൊരു പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ചാർട്ട് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഇത് അടിപൊളി ഒരു ഫീച്ചറാണ്. ഇനി ഇവിടെ കാണുന്നത് അലേർട്ടാണ്. നമുക്കൊരു അലേർട്ട് എന്തെങ്കിലും സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അലേർട്ട് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ക്രോസിങ് ചെയ്യുന്നുണ്ട്,
താഴോട്ടേക്ക് ബ്രേക്ക് ഔട്ട് ആവുന്നുണ്ട്, മുകളിലോട്ടേക്ക് ബ്രേക്ക് ഔട്ട് ആവുന്നുണ്ട്. അങ്ങനെ അതനുസരിച്ച് നമുക്കൊരു അലേർട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു ലേ ഔട്ടിൻ്റെ അകത്ത് വരുന്നത്, ഒരു ട്രേഡിംഗ് വ്യൂവിൻ്റെ അകത്ത് വരുന്നത്. ഇത്രയും ഈ കളേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ടൈം ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള ഡ്രോയിങ് ടൂൾസ് ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഓരോ ടെംപ്ലേറ്റ് സെറ്റ് ചെയ്യാനാണ് അതിന് പറയുന്നത്, ഓരോ ടെംപ്ലേറ്റ്സ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടെംപ്ലേറ്റ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അതിൽ ആദ്യം തന്നെ ഞാൻ ട്രെൻഡ് ലൈനിൻ്റെ ഒരു ടെംപ്ലേറ്റ് ആണ് പറയാൻ പോകുന്നത്. ട്രെൻഡ് ലൈനിൻ്റെ ടെംപ്ലേറ്റിൽ ആദ്യം ഞാനൊരു വര വെക്കും. എന്നിട്ട് ഞാൻ ഇവിടെ സെറ്റിങ്സിൽ പോയി, ഈ സെറ്റിങ്സിൽ പോയിട്ട് ടെക്സ്റ്റിൽ പോയിട്ട് ഞാൻ കൊടുക്കുന്നു ഒരു പ്രീവിയസ് 1 hour high. ഓക്കെ, മിഡിൽ ലൈന്, സെൻറ്റർ, ടെക്സ്റ്റിൻ്റെ ഒരു ഫോണ്ടിൻ്റെ സൈസ് 8. ഓക്കെ, സ്റ്റൈല്, ലൈന്, കളർ എനിക്കിവിടെ ചേഞ്ച് ചെയ്യാം. വേറെ കളർ വേണമെങ്കിൽ ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് ആക്കാം, ഈ കളർ ആണെങ്കിൽ ഈ കളർ ആക്കാം, എല്ലാം ആണെങ്കിൽ എല്ലാം ആക്കാം. നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങളത് നോക്കിയിട്ട് ചെയ്യും. ഓക്കെ, ഞാൻ വേറെ കൊടുക്കേണ്ട ആവശ്യമൊന്നും. എന്നിട്ട് ഇവിടെ പോയിട്ട് ടെംപ്ലേറ്റ്സിൽ ഞാൻ മിഡിലാണ് കൊടുത്തിട്ടുള്ളത്, വേണമെങ്കിൽ ടോപ്പ് ആക്കാം. പിന്നെ അതേപോലെ സെൻറ്ററിലാണെന്നുള്ളത് റൈറ്റ് ആക്കാം, അതേപോലെ തന്നെ ലെഫ്റ്റ് ആക്കാം, ഒക്കെ ചെയ്യാം. ഓക്കെ, നിങ്ങൾ എവിടെയാണോ നിങ്ങൾക്ക് കൺവീനിയൻ്റ് അതനുസരിച്ചിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യാം. ടെംപ്ലേറ്റിൽ പോയിട്ട് സേവ് ആസ് കൊടുത്തിട്ട് 1 ഹൈന്ന് ഞാൻ കൊടുക്കുന്നു. 1 hour high. ഓക്കെ, 1h high. അപ്പം എനിക്കിത് സേവ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി ഞാനിത് ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും ഞാനൊന്ന് ഡ്രോ ചെയ്തിട്ട് ടെംപ്ലേറ്റ്സിൽ പോയി റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇത് ക്ലിക്ക് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക മൗസ് ആയിട്ട്, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ടെംപ്ലേറ്റ്സിൽ പോവുകയാണെങ്കിൽ ഇതാ 1 hour high എന്ന് കാണാൻ വേണ്ടി പറ്റും. ബാക്കി ഇത്രയും കാര്യങ്ങളുണ്ട് ഇവിടെ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. അപ്പം ഇതൊന്നും എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. നിങ്ങൾ ഇത്രയും ടെംപ്ലേറ്റ്സ് സെറ്റ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, ഇതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഓക്കെ, ഓരോന്നായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഓരോന്നായിട്ട് ക്രിയേറ്റ് ചെയ്യണം. റൈറ്റ്, വണ്ടർഫുൾ. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് റെക്റ്റാങ്കിൾ ബേസ് ചെയ്തിട്ടുള്ള ടെംപ്ലേറ്റ്സ് ആണ്. ആദ്യം ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. റെക്റ്റാങ്കിൾ വരച്ചിട്ട് ഞാൻ ഇതേപോലെ തന്നെ സെറ്റിങ്സിൽ പോകുന്നു. ടെക്സ്റ്റിൻ്റെ അവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് FEG എല്ലാത്തിൻ്റെ ഷോർട്ട് ഫോം കൊടുക്കുക. ഓക്കെ, 8 തന്നെ ടെക്സ്റ്റ് കൊടുക്കുന്നു, സ്റ്റൈല് മിഡിൽ ലൈൻ കൊടുക്കുന്നു, ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നു. ഓക്കെ, ഇത് ഇവിടെ മിഡിൽ ലൈൻ കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു 50% കിട്ടാൻ വേണ്ടിയാണ്. ഓക്കെ, ഇവിടെ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം ആയി. ഓക്കെ, കളറ് നോക്കുക. നിങ്ങളൊരു ബുള്ളിഷ് സൈഡിൽ ചെയ്യുന്ന സമയത്ത് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഗ്രീൻ കൊടുക്കുക, ബിയറിഷ് സൈഡിൽ ചെയ്യുന്ന സമയത്ത് റെഡ് കൊടുക്കുക. ടെംപ്ലേറ്റ്സിൽ പോയിട്ട് സേവ് ആസിൽ തന്നെ പോവുക, സേവ് ആസിൽ പോയിട്ട് കൊടുക്കുക FEG എന്ന് കൊടുത്തിട്ട് സേവ് ചെയ്യാവുന്നതാണ്. ഞാൻ ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വീണ്ടും സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ഇതെങ്ങനെ എടുക്കാം, ഒന്നും കൂടി ഞാനിത് ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, റെക്റ്റാങ്കിൾ എടുക്കുന്നു, വരയ്ക്കുന്നു, ഇവിടെ വന്ന് ടെംപ്ലേറ്റിൽ വരുന്നു, ഇത്രയും കണ്ടോ FEG ഉണ്ടോ, ഇവിടെ അങ്ങനെ വന്ന രീതിയിലുണ്ട്. FEG എന്ന് വേണ്ടുണ്ട്, അതിൻ്റെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി ഈ ടെംപ്ലേറ്റ്സ് എല്ലാം ഇതേപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് ഓരോന്നായിട്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ. ഓൾമോസ്റ്റ് ഒരു 20 minutes ആയി ഈ വീഡിയോ. നിങ്ങൾ നോക്കിയിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ പറയാം. ഓക്കെ, അതെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെറ്റ് ചെയ്യേണ്ട കാര്യമാണ്.